അവർ ടി വി 24/7 വാർത്താ അവലോകനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ അവലോകനത്തിൽ വളരെ സന്തോഷപ്രദമായ ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഷാർജ ഓഫേഴ്സ് 3 years ഓഫ് കെയർ ലീവ് ടു വർക്കിംഗ് മദേഴ്സ്. അതായത് ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി, Supreme Council Member and Ruler of Sharjah, has directed the provision of care leave for working mothers who have given birth to children with disabilities or chronic illness. അതായത് ക്രോണിക് ആയിട്ടുള്ള സ്പെഷ്യൽ ഡിറ്റർമിനേഷൻ ആവശ്യമുള്ള രീതിയിലുള്ള ഒരു കുട്ടിയെയാണ് ജന്മം നൽകിയതെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്നതിനായി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി ഇറക്കിയ ഒരു മഹത്തായ ഉത്തരവാണ് കെയർ ലീവ് ടു വർക്കിംഗ് മദേഴ്സ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഭരണാധികാരി ഇത്തരം ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. പല രാജ്യങ്ങൾക്കും ഇനി മാതൃകയാക്കാൻ പറ്റിയ ഒരു മഹത്തായ ഒരു ഉത്തരവാണ് ഇതിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. ലോകത്തുള്ള സ്പെഷ്യൽ ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ക്രോണിക് ഇൽനസ് നേരിടുന്ന അമ്മമാർക്ക് എല്ലാം പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർക്കെല്ലാം തന്നെ പ്രചോദനം നൽകുന്ന ഒരു മഹനീയമായ ഒരു ഉത്തരവായി നമുക്കിതിനെ കണക്കാക്കാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു കെയർ ലീവ്, അതായത് കെയർ ലീവ് ടു വർക്കിംഗ് മദേഴ്സിന് നൽകുന്നൊരു മാനദണ്ഡം എന്ന് പറയുന്നത് ആദ്യത്തെ മെറ്റേണിറ്റി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം ആദ്യത്തെ ഫുൾ പെയ്ഡ് ലീവോടുകൂടി ഗവൺമെൻറ് കെയർ ലീവ് ആ മാതാവിന് നൽകുകയും വീണ്ടും ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയാണ് ആ കുട്ടിക്ക് അമ്മയുടെ പരിചരണം വീണ്ടും ആവശ്യമാണ് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയാണ് എങ്കിൽ അത് അടുത്ത 2 വർഷത്തേക്ക് കൂടി പെയ്ഡ് ലീവോടുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുവാനുമാണ് ഗവൺമെൻറ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിലുപരി ഇനിയും 3 വർഷം കഴിഞ്ഞതിന് ശേഷവും ആ കുട്ടിക്ക് അമ്മയുടെ പരിചരണം ആവശ്യമാണ് എന്ന് കണ്ടാൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഹയർ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി വീണ്ടും അവരുടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുവാനുള്ള പ്രൊവിഷൻ കൂടി ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മഹത്തായ ഒരു ഉത്തരവാണ്! ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഈ ഭരണാധികാരിക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഇങ്ങനെ കെയർ ലീവ് 1 കൊല്ലമോ 2 കൊല്ലമോ 3 കൊല്ലമോ അതിനും അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ആ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയാണ് എങ്കിൽ ആ കെയർ ലീവ് ക്യാൻസൽ ചെയ്ത് മദറിന് ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനുള്ള പ്രൊവിഷനും ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, 3 വർഷം പൂർത്തീകരിച്ചതിന് ശേഷവും കുട്ടിക്ക് അമ്മയുടെ പരിചരണം ആവശ്യമാണ് എന്ന് കണ്ടാൽ വീണ്ടും അവരുടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൂടി ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെല്ലാം ഉപരി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നത്, the leave will be counted towards the employee's year of service and will be subject to performance appraisal system. അവരുടെ സേവനത്തിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെ അവരുടെ സർവീസിൽ ഈ ഒരു കെയർ ലീവ് ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് മദറിന് അവരുടെ എൻ്റെ സർവീസിൽ ഒരു വ്യത്യാസവും വരുത്താതെ ആണ് ഈ ഒരു കെയർ ലീവ് ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ഒരു ഉത്തരവ് ലോകത്തുള്ള മറ്റു പല രാജ്യങ്ങളും ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഡെമോക്രസിക് കൺട്രിയായ നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു തീരുമാനം എത്രത്തോളം പ്രാവർത്തികമായി നടപ്പാക്കാൻ ചിലപ്പോൾ ഭരണാധികാരികൾ ഈ ഒരു ഉത്തരവ് പ്രചോദനമാകും എന്നാണ് ഞാനും കരുതുന്നത്. തീർച്ചയായും അങ്ങനെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി അമ്മമാരെ സഹായിക്കുന്ന ഭരണാധികാരികൾ ലോകത്തിന്
ഇനിയും ഉണ്ടാകട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, സത്യത്തിൽ ഈ ഒരു വാർത്ത എല്ലാ മലയാളി പ്രേക്ഷകരും വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വാർത്തയാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയും അത് ജീവിതത്തിൽ ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന മലയാളികൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഇന്ന് പ്രവാസികളായ മലയാളികൾ നോട്ട് ഓൺലി ഇൻ ദുബായ്, ആൾ ഓവർ ദ വേൾഡ് ഉണ്ട്, ഇന്ത്യയിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഇൻഫർമേഷനാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പോലും ഞാനും ഒരു വിക്റ്റിമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും ഇപ്പോഴും അതിന് വിക്റ്റിമാണ്. കാരണം ആഡംബര ജീവിതങ്ങളിലും മറ്റു സുഖസൗകര്യങ്ങളിലും അല്പം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ നമ്മൾ. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗവും വളരെ കൂടുതലാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചൊന്നും പലപ്പോഴും നമ്മളാരും ശ്രദ്ധിക്കാറില്ല. ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയും പിന്നെയുള്ള മാസങ്ങളിൽ മിനിമം പേയ്മെൻറ്റ് കൊടുത്ത് ആ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് കഴിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് മിക്കവരും ആവർത്തിച്ചിരിക്കുന്നത്. ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 1000-ഓ 2000-ഓ ദർഹംസ് ഉപയോഗിച്ച് നമ്മുടെ ആ ക്രെഡിറ്റ് കാർഡ് മുഴുവൻ യൂസ് ചെയ്യുന്നു. ഒരു സീറോ ബാലൻസിൽ വന്ന ആ കാർഡ് എത്തി നിൽക്കുന്നു. ഒരു 5% മാത്രം നമ്മൾ അടയ്ക്കുന്നു, ബാക്കി പലിശയും അടയ്ക്കുന്നു. ഓരോ ദിവസത്തെയും പലിശ കൂട്ടി ആണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഒരു 5000-ഓ 10000-ഓ രൂപ എടുത്താൽ ഒരു പക്ഷേ നമ്മൾ 5-ഓ 10-ഓ കൊല്ലവും അടച്ചാൽ പോലും നമ്മളുടെ പേയ്മെൻറ്റ് എങ്ങും എത്തുകയില്ല എന്ന സത്യത്തെക്കുറിച്ച് ആരും ഗൗരവമായി എടുക്കുന്നതുമില്ല. അവസാനം ഒരു ഡിഫോൾട്ടിലേക്ക് എത്തുകയും അതൊരു പോലീസ് കേസിലേക്ക് എത്തുകയും പിന്നെ ട്രാവൽ ബാനിലേക്ക് എത്തുകയും അതുപോലെ തന്നെ കോടതികളുടെ നിയമ വിധേയമാവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മലയാളികൾ ഇന്ന് നമ്മുടെ പ്രവാസി സമൂഹത്തിലുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞങ്ങളുടെ എല്ലാ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് നിർദ്ദേശിക്കുവാനുള്ളത്, ക്രെഡിറ്റ് കാർഡ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉപയോഗിക്കുവാൻ നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക, അത് വാങ്ങാതിരിക്കുക. ഇനി അതിൻ്റെ ഉപയോഗം ശരിക്കും ഉപയോഗിക്കാൻ അത്യന്താപേക്ഷിതമായത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. അതായത് 45 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ എമൗണ്ട് അടയ്ക്കുകയും പലിശരഹിതമായ ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ പോകുവാൻ ആദ്യം ശ്രമിക്കുക. രണ്ടാമത് ഈ പത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് മറ്റൊരു കാർഡിൽ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫർ ബാലൻസ് എന്നൊരു ഓപ്ഷൻ എല്ലാ ക്രെഡിറ്റ് കാർഡിലും ഉണ്ട്. 0% ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഒരു കാർഡിലേക്ക് കൊടുക്കാനുണ്ട്, നിങ്ങളുടെ മറ്റൊരു കാർഡിലേക്ക് നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 0 ബാലൻസിലേക്ക് അത് മാറ്റി നിങ്ങൾ പലിശരഹിതമായ ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നത് വളരെ വളരെ വിഷമകരമായ സന്ദർഭങ്ങളിലേക്ക് നമ്മുടെ ജീവിതം എത്തിച്ചേരും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ പല ആളുകളും ചെയ്തു പോകുന്ന മറ്റൊരു പ്രവണതയാണ് മിസ്സിംഗ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും, അത് എൻഡ് ഓഫ് ദ മന്തിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒരു മിനിറ്റ് ലേറ്റായാൽ പോലും അതിന് ഉണ്ടാകുന്ന ഫൈൻ, ഡിഫോൾട്ട് ഫൈൻ എന്ന് പറയുന്നൊരു വലിയ തുകയാണ്. അതിനുശേഷം വരുന്ന അതിൻ്റെ കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് അതിലും അപ്പുറത്താണ്. വീണ്ടും ഒരു വലിയ കടക്കണിയിലേക്ക് വീണ്ടും നമ്മൾ അറിയാതെ തന്നെ വഴുതി വീഴുകയാണ്. അങ്ങനെ കടക്കണിയിൽ വീണ ആയിരക്കണക്കിന് മലയാളികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേരുകൾ ട്രാവൽ ബാൻ നേരിടുന്നവരുണ്ട്, പോലീസ് കേസ് നേരിടുന്നവരുണ്ട്, അതുപോലെ തന്നെ നിയമപരമായ കേസ് നേരിടുന്നവരുണ്ട്. പലപ്പോഴും പലരും ഒളിച്ച്
ഒളിച്ചു കഴിയുന്ന ധാരാളം പേരുണ്ട്, ജയിലുകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം ഉണ്ടാവുന്നത് നമ്മളുടെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുകയും അതിൻ്റെ പേയ്മെൻറ്റുകൾ ഉണ്ടാകുന്ന ഫെയിലുകൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും ഒക്കെ തന്നെ ഒരു വലിയ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് അതിലെല്ലാത്തിലും ഉപരി മറ്റൊരു കാര്യം കൂടി ഈ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ഒരു ദിവസം ഡിലേ ആയി, നമ്മൾ അടുത്ത ദിവസം കൊണ്ട് പേ ചെയ്തു. നമ്മളുടെ എത്തിഹാദ് ബ്യൂറോ എന്ന സെൻട്രൽ ബാങ്കിൻ്റെ കീഴിലുള്ള ഒരു മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ട്. അത് എത്തിഹാദ് ബ്യൂറോ എന്നാണ് അത് പറയുന്നത്. ആ എത്തിഹാദ് ബ്യൂറോയിൽ നമ്മളുടെ പേയ്മെൻറ്റ് ഡിഫോൾട്ടായാൽ അത് റിമാർക്കായി എത്തിഹാദ് ബ്യൂറോയിലുണ്ടാവും. നമ്മൾ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു നല്ലൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി കിട്ടി പോകുന്ന സമയത്തോ ആ പുതിയ എംപ്ലോയർ നമ്മുടെ എത്തിഹാദിൻ്റെ റിപ്പോർട്ട് എടുക്കും. നമ്മുടെ ആ ഒരു വിശ്വാസ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടി എത്തിഹാദ് ബ്യൂറോയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടാകുന്ന ഡിഫോൾട്ടായിട്ടുള്ള പേയ്മെൻറ്റുകളും ഡിലേ പേയ്മെൻറ്റുകളെല്ലാം തന്നെ ഒരു റിമാർക്കായി, ഒരു റെഡ് മാർക്ക്, ഒരു ബ്ലാക്ക് മാർക്കായി എത്തിഹാദ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടേണ്ടതായ യാതൊരുവിധ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടില്ല. ഒരുപക്ഷെ അത്യാവശ്യത്തിന് ഒരു ലോൺ എടുക്കണമെങ്കിൽ നമുക്കൊരിക്കലും എത്തിഹാദ് ബ്യൂറോയിൽ നമ്മുടെ റിമാർക്ക് നമുക്ക് ബ്ലാക്ക് മാർക്കാണെങ്കിൽ ഒരിക്കലും നമ്മൾ ലോൺ കിട്ടുകയില്ല. ഇനി നമുക്കൊരു ചെക്ക് ബുക്ക് വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്തിഹാദ് ബ്യൂറോയിൽ നമുക്കൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചെക്ക് ബുക്ക് കിട്ടുകയില്ല. ഒരുപക്ഷെ നമ്മൾ നല്ലൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുതിയ എംപ്ലോയർ ഞങ്ങളെ എടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഫെയിലിയറായാൽ, ഡിലേ ആയാൽ, അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ഉണ്ടാവാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുകളോടും നമുക്ക് പറയാനുള്ളത്, പ്ലീസ് യു ടേക്ക് കെയർ അബൌട്ട് യൂസിങ് ദ ക്രെഡിറ്റ് കാർഡ് പ്രോപ്പർലി ആൻഡ് maintain it properly. Don't avoid the date of payment. Please don't make it any mispayments, and everything you do it very properly. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം സുരക്ഷിതമായി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. മറ്റൊരു സന്തോഷ വാർത്ത എന്നത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ ഡോക്ടർ ആസാദ് മൂപ്പൻ. ഡോക്ടർ ആസാദ് മൂപ്പന് എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഇന്ന് UAE ഒരു ലിജൻഡായി മാറിയിരിക്കുകയാണ്. വ്യക്തിപരമായി അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഞാൻ ഈ അവസരവും ഉപയോഗിക്കുകയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് UAE വരുമ്പോൾ റഫ ക്ലിനിക്കിൽ ഡോക്ടർ ആസാദ് മൂപ്പൻ ഒരു കൺസൾട്ടൻറ്റ് ഡോക്ടറായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഡോക്ടർ ആസാദ് മൂപ്പനെയാണ് സന്ദർശിക്കാറുണ്ടായിരുന്നത്. കാലങ്ങൾ കടന്നുപോയപ്പോൾ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ അതികായകനായി അദ്ദേഹം വളരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയിലും എല്ലാ മാന്യ പ്രേക്ഷകർക്കൊപ്പവും ഈ സമൂഹത്തിനൊപ്പവും അവർ TV മെമ്പേഴ്സും ക്രൂവും ഈ ഒരു അവസരത്തിൽ ഡോക്ടർ ആസാദ് മൂപ്പനൊപ്പം ചേരുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് റിവൈസ്ഡ് ടൈമിംഗ് ഇൻ UAE സ്കൂൾസ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്തുകൊണ്ടാണ് സ്കൂൾ ടൈമിൽ ഒന്ന് പുനഃക്രമീകരിച്ചിട്ടുണ്ട്? കാരണം ഈ കൊല്ലം മറ്റെല്ലാ വർഷങ്ങളെക്കാൾ ചൂട് വളരെ കൂടുതലാണ്. സാധാരണഗതിയിൽ ഒരു ഹൈ ടെമ്പറേച്ചർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണെങ്കിൽ മെയ് മാസം തുടങ്ങിയപ്പോൾ തന്നെ ചൂടിൻ്റെ കാഠിന്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതോറിറ്റികൾ ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന നിലയിൽ സ്കൂൾ ടൈമിങ്ങിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് സ്കൂൾ തുടങ്ങുന്നത് 7:15 മുതൽ അവസാനിക്കുന്നത് 1:35 വരെ ആയിരിക്കും. ഈ ഒരു വാർത്ത ഷെയർ ചെയ്യുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒന്ന്, സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് ട്രാഫിക് അല്പം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ തന്നെ ഈ ഒരു ടൈം ചേഞ്ച് ഒന്ന് നോട്ട് ചെയ്തോളൂ. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്കൂൾ ബസ്സുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ട്രാഫിക് അല്പം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന സമയത്തിലൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടാനുള്ളത് കൊണ്ട് തന്നെ ഈ സ്കൂൾ ടൈമിംഗ് നമ്മുടെ ഡ്യൂട്ടിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ വണ്ടി ഓടിക്കുന്നവരൊക്കെ തന്നെ ഈ ടൈമിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. 7:15 സ്കൂൾ തുടങ്ങുന്നത്, 1:35 സ്കൂൾ ഓഫ് ചെയ്യും. 2,
ഈ സ്കൂൾ കുട്ടികൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ സ്കൂൾ ടൈം ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാരണം എന്ത് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു. ചൂടിൻ്റെ കാഠിന്യം കൂടിയത് കൊണ്ടാണ് സ്കൂൾ ടൈം ചേഞ്ച് ചെയ്തത്. അപ്പോൾ സ്കൂൾ ഈ ചൂടിൻ്റെ കാഠിന്യം കൂടി എന്ന് കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ ചെയ്യേണ്ടതായ കുറേ പ്രിവെൻറ്റീവ് മെഷേഴ്സുകളുണ്ട്. അതായത് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീമുകൾ ഉപയോഗിക്കുക. അതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡെർമറ്റോളജി ടെസ്റ്റഡ് ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കണം. അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അവരുടെ കഴിവതും ഒരു സൺ എക്സ്പോഷറിൽ നിന്ന് ഉണ്ടാവാതിരിക്കത്തക്ക നിലയിലുള്ള കവറിങ് ആയിട്ടുള്ള സ്കാർഫോ എന്ത് വെച്ചായിരുന്നാലും നല്ല പ്രോപ്പർ കവർ ചെയ്തുകൊണ്ടും നമുക്ക് കുട്ടികളുടെ ഈ സ്കിൻ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്കൂൾ ബസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കൂൾ ബസ് സ്റ്റോപ്പിലും അത് തന്നെ അവർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട് വരെയുള്ള സമയം എന്ന് പറയുന്നത് ഒരു 1:30 എന്ന് പറയും, 1:35 എന്ന് പറയുമ്പോൾ കുട്ടികൾ വീട്ടിലെത്തുമ്പോൾ 2:30 ആവും. അപ്പോഴെന്ന് പറയുമ്പോൾ ചൂട് അതികഠിനമായി നിൽക്കുന്ന ഒരു സമയത്താണ് അവർ ബസ്സിൽ നിന്ന് ഡിസംബാർക്ക് ചെയ്ത് നമ്മളെ വീടുകളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾ ആ സ്കാർഫോ അല്ലെങ്കിൽ അവരുടെ ക്രീമോ അല്ലെങ്കിൽ അവരുടെ മാസ്കോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ ഈ ഒരു സൺ എക്സ്പോഷറിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ പാരൻസും ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സ്കൂൾ അതോറിറ്റിയും ഈ ഒരു ഗൈഡ് ലൈൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഡ്രിങ്കിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫ്ലൂയിഡ്സ്. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം വെള്ളം കുടിക്കുവാനും അവർക്ക് നല്ല ജ്യൂസോ മറ്റ് പാനീയങ്ങളൊക്കെ കൊടുത്ത് അവർ ഒരു ഡീഹൈഡ്രേറ്റ് ആവാത്ത നിലയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾ ഈ വെള്ളം കുടിക്കുന്ന പ്രവണത വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കുട്ടികളിൽ അല്പം ഫോഴ്സ് ചെയ്താണെങ്കിലും ആവശ്യത്തിലധികം വെള്ളം കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കുക. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് ഡയറക്റ്റ് എക്സ്പോഷർ ടു സൺലൈറ്റ് ഡ്യൂറിങ് പീക്ക് അവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1:30 അല്ലെങ്കിൽ ബിറ്റ്വീൻ 1 to 3 o'clock എന്ന് പറയുന്നത് പീക്ക് അവേഴ്സാണ്. ഭയങ്കരമായ ചൂടായിരിക്കും. അപ്പോൾ അത് തന്നെ അവർ അവോയ്ഡ് ഡയറക്റ്റ് സൺ എക്സ്പോഷറാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എല്ലാം കൊടുത്തിട്ട് വേണം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ടത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് ഡാർക്ക് കളേഴ്സ് ആയിട്ടുള്ള വിയർ ലൈറ്റ് കളേർഡ് ബ്രീത്തബിൾ കോട്ടൺ ക്ലോത്തിങ്സ് വളരെ പ്രധാനമാണ്. ഈ സമയത്ത് അവർ ഉപയോഗിക്കുന്ന യൂണിഫോം കോട്ടൺ യൂണിഫോം ആണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. മറ്റുള്ള ചില ദിവസങ്ങളിൽ കളർ ഡ്രസ്സ് ഇടുന്ന ദിവസങ്ങളുണ്ടല്ലോ സ്കൂളിൽ, അപ്പോഴൊക്കെ തന്നെ ലൈറ്റ് കളേർഡായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇത് സ്കിന്നിനെ ഭയങ്കരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കോട്ടൺ ഡ്രസ്സും അതുപോലെ തന്നെ ലൈറ്റ് ഡ്രസ്സ് ഉപയോഗിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ യൂസ് പ്രൊട്ടക്റ്റീവ് അക്സസറീസ് ലൈക്ക് ഹാറ്റ്സ് ആൻഡ് സൺഗ്ലാസസ്. അപ്പം കുട്ടികൾക്ക് സൺഗ്ലാസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ കൊടുക്കണം. നമ്മൾ മാതാപിതാക്കൾ മാത്രമല്ല, കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള സൺഗ്ലാസും അവൈലബിൾ ആണ്. അപ്പം നല്ല ടെസ്റ്റഡ് ആയിട്ടുള്ള സൺഗ്ലാസുകൾ മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അതായത് ഷെയ്ഡുള്ള നല്ല ഹാറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൺ എക്സ്പോഷർ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഈസ് അവർ ഓൺ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും കുട്ടികളുടെ സംരക്ഷണയിൽ ഈ ഒരു ഹീറ്റ് സമയത്ത് അവരുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വിസിറ്റിംഗ് ദുബായ്, ഹിയർസ് വാട്ട് യു മസ്റ്റ് ഡിക്ലെയർ അറ്റ് കസ്റ്റംസ്. എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു വാർത്തയാണ്. കാരണം ദുബൈയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സിറ്റിയിലേക്ക് പോകുന്ന ലാഘവത്തോടു കൂടിയാണ് നമ്മളെല്ലാം ദുബൈയിലേക്ക് വരുന്നത്. കാരണം അത്രമാത്രം ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് UAE നമുക്ക് കിട്ടുന്നത്. നമ്മുടെ രാജ്യത്ത് കിട്ടുന്നതിനേക്കാൾ കെയർ ഒരുപക്ഷെ UAE നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ദുബായ് കസ്റ്റംസ് നടപ്പാക്കിയ പുതിയ നിയമം എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി കാണുക. അതായത് അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, യു ആർ അലൗഡ് ടു ബ്രിങ് certain ഐറ്റംസ് ഇൻ ടു ദ UAE വിത്തൗട്ട് പേയിങ് കസ്റ്റംസ് ഡ്യൂട്ടീസ് പ്രൊവൈഡഡ് യു സ്റ്റേ വിത്തിൻ ലിമിറ്റ്സ്. ഗിഫ്റ്റ് ഒരു 3000 dirhams വരെയുള്ള ഗിഫ്റ്റ് ഐറ്റംസുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. അതിനേക്കാൾ ഉപരിയാണെന്നുണ്ടെങ്കിൽ അത് കസ്റ്റംസ് പേയബിളാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോഴുള്ള വളരെ വില കൂടിയ സുവനീസൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, വുഡൻ ഐറ്റംസുകളൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുണ്ട്. അതിനൊക്കെ ലക്ഷങ്ങളുടെ വില മതിക്കുന്ന സാധനങ്ങളാണ്. അത്തരം സാധനങ്ങൾ ഇനി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പേയബിൾ ടു ദ ഡ്യൂട്ടിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അത് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അധികാരം കസ്റ്റംസിനുണ്ട്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരവും കസ്റ്റംസിനുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും, ഗിഫ്റ്റ് ഐറ്റംസ് ആയിരുന്നാലും മറ്റെല്ലാ കാര്യങ്ങളിലും, നമ്മുടെ കറൻസി കൊണ്ടുവരുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാര്യം കസ്റ്റംസിൻ്റെ പോർട്ടൽ, ദുബായ് കസ്റ്റംസിൻ്റെ പോർട്ടലിൽ പോയി ഇനി വരാൻ അവർ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൂടാ എന്നുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ട് വേണം ഇനി നമ്മൾ ദുബൈയിലേക്ക് വരേണ്ടത്. അനാവശ്യമായ ഒരു നിയമപ്രശ്നത്തിലേക്ക് പെടാതിരിക്കുവാൻ എല്ലാ പ്രവാസി മലയാളികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുവാനുള്ളത്. ഡോണ്ട് ബ്ലൈൻഡ്ലി സ്കാൻ QR കോഡ് ഇൻ പബ്ലിക്. ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ QR കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൊട്ടീൻ പ്രാക്ടീസായി മാറിയിരിക്കുകയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും, ഒരു ചെറിയ കഫറ്റീരിയയിൽ പോയാൽ പോലും അവിടുത്തെ മെനു QR കോഡ് അടിച്ചാണ് നമ്മൾ ഇപ്പോഴും നോക്കുന്നത്. ആരും മെനു ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാറില്ല. ജസ്റ്റ് QR കോഡ് അടിക്കുക, അത് ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസുകൾ അപ്പോൾ തന്നെ നമുക്ക് ആ വെബ്സൈറ്റിലൂടെ നമുക്ക് ലഭ്യമാണ്. എല്ലാ റെസ്റ്റോറൻറ്റുകളും, കഫറ്റീരിയകൾ, ഗ്രോസറി അടക്കം ഇപ്പോൾ QR കോഡ് സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു ദോഷഫലത്തെക്കുറിച്ച് നമ്മൾ ആരും ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല. അതാണ് അതോറിറ്റി ഇപ്പോൾ ഒരു അവയർനെസ്സായി എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അനാവശ്യമായ QR കോഡുകൾ ഒഴിവാക്കുക. കാരണം സ്കാം ചെയ്യുന്നവർ പുതിയ പുതിയ കണ്ടെത്തലുകൾക്കനുസരിച്ച് അവരുടെ സ്കാമിൻ്റെ മേഖലയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും QR കോഡിലേക്ക് മാറിയപ്പോൾ സ്കാമിൽ, അതായത് ഈ ഒരു സ്കാം ചെയ്യുന്ന വിദഗ്ധരായ ആളുകൾ അവരുടെ മേഖലയും QR കോഡിലേക്ക് മാറിയിരിക്കുന്നു എന്ന വാർത്ത വളരെ ഗൗരവത്തോടു കൂടി എടുക്കുക. അതായത് നമ്മളിപ്പോൾ എവിടെ എന്ത് കണ്ടാലും അത് QR കോഡിൽ സ്കാൻ ചെയ്യുന്ന പ്രവണത കഴിവതും ഒഴിവാക്കുക. നമുക്ക് സുരക്ഷിതമാണ്, നമുക്കറിയാവുന്ന വിശ്വസ്തമായ QR കോഡുകൾ മാത്രമേ ഡൗൺലോഡ് ചെയ്യുവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ QR കോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡാറ്റ മുഴുവൻ സ്കാം ചെയ്യുന്ന വിദഗ്ധർക്ക് കിട്ടുകയും അതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഡാറ്റയിലേക്ക് കയറാനും നമ്മുടെ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലോസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഗവൺമെൻറ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ എല്ലാവർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അനാവശ്യമായ QR കോഡുകൾ സ്കാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ചെയ്യുന്ന സ്കാൻ കോഡുകൾ ഉറപ്പുവരുത്തുക, ഇത് ഒതൻറ്റിക് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ആഴ്ചത്തെ വാർത്താ അവലോകനത്തിലെ ഫ്യൂച്ചർ അനാലിസിസ് കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് ആളുകളുടെ ഇടയിൽ ക്യാൻസർ പേഷ്യൻസ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പലപ്പോഴും നമ്മുടെ ആളുകൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ് ക്യാൻസർ എന്ന രോഗം. അത് വന്നതിന് ശേഷം മാത്രം ചികിത്സിക്കുക എന്നതാണ് പലപ്പോഴും നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു നടപടി. പക്ഷേ ഇന്ന് ടെക്നോളജിയും മെഡിക്കൽ ഇൻഡസ്ട്രിയൊക്കെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് മാറിയിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എല്ലാ ടെക്നോളജിയും ഇന്ന് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റുകൾ അവൈലബിളാണ്. ഇനി വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അതുപോലും ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ ക്യാൻസർ ടെക്നോളജി വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ക്യാൻസർ പേഷ്യൻറ്റുകൾ ഇതെല്ലാ ടെക്നോളജികൾ എല്ലാം ഉള്ളപ്പോൾ തന്നെ ക്യാൻസർ പേഷ്യൻറ്റുകൾ ഇന്ന് ലോകത്ത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യചിഹ്നം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, പണ്ട് ക്യാൻസർ രോഗികളൊക്കെ തന്നെ നമ്മൾ കരുതിയിരുന്നത് ഒരു നിശ്ചിത ഏജൊക്കെ കഴിയുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിൽ ലോകത്തിൻ്റെ ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ ഇന്ന് യങ് ജനറേഷനിൽ, അതായത് യുവാക്കളിലായ
ആൺകുട്ടികളിലും പെൺകുട്ടികളിലുമാണെന്ന് ക്യാൻസർ രോഗം ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അപകടകരമായ ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ചില മാനദണ്ഡങ്ങൾ ഈ ഫ്യൂച്ചർ അനാലിസിസിൽ പറയുന്നുണ്ട്. അതായത് ഹെൽത്തി ഡയറ്റ്. പലപ്പോഴും എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ ലൈഫ് സ്റ്റൈൽ മാറ്റത്തിന് അനുസരിച്ച് നമ്മളുടെ ഹെൽത്ത് പ്രിവെൻഷനിൽ നമ്മൾ യാതൊരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വന്നപ്പോൾ ജങ്ക് ഫുഡുകൾ കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഡയറ്റ്, ഒരു അൺകൺട്രോൾഡ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഡയറ്റ് ആകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു എൻഫോഴ്സ്മെൻറ്റ് ലോ അല്ല, അല്ലെങ്കിൽ ഒരു നിർബന്ധിതമായിട്ടുള്ളൊരു ഹെൽത്ത് കൺട്രോൾഡ് പ്രോഗ്രാം അല്ല പറയുന്നത്. അതായത് കൺസ്യൂം എ ബാലൻസ്ഡ് ഡയറ്റ് റിച്ച് ഇൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, whole grains and lean proteins, limit processed food, red meats and sugary drinks. ഇത്തരത്തിലുള്ള ഫുഡുകൾ ഇപ്പം നമുക്ക് ഈ എന്തുണ്ടല്ലോ മറ്റുള്ള ഈ ശീതളപാനീയങ്ങൾ, കെമിക്കൽ കണ്ടൻ്റായിട്ടുള്ള ശീതളപാനീയങ്ങൾ കുടിക്കുന്നത് ഒരു റൊട്ടീൻ പ്രോസസ്സാണ്. കുട്ടികളുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഹോബീസാണ് ഇത്തരത്തിലുള്ള പാനീയങ്ങൾ കുടിക്കുക, അല്ലെങ്കിൽ അമിതമായ സ്വീറ്റ്സ് കഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ അല്പവും ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വളരെ മാത്രം ഉപയോഗിക്കുക. ഇത്തരം ആഹാര രീതികൾ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെ യങ് ജനറേഷനായ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഇത്തരം അൺഡയറ്റ്, ഒരു ഹെൽത്തി ഡയറ്റ് ഇല്ലാത്തവർക്ക് ഇത്തരം അസുഖങ്ങൾ വരാനുള്ള കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഹെൽത്തി ഡയറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഫുഡിലൂടെ നമ്മൾക്ക് ഈ ഒരു ക്യാൻസർ പ്രിവെൻഷൻ എടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി. പലപ്പോഴും നമ്മുടെയൊക്കെ ജോലിയുടെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ കുട്ടികളൊക്കെ തന്നെ എപ്പോഴും ഇങ്ങനെ ഓൺലൈനിലും ചാറ്റിങ്ങിലും ഫോണിലും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അത് യങ് ജനറേഷന് വളരെ കുറവാണ്. എല്ലാവരും നമ്മുടെ ഈ ഒരു ചാറ്റിങ്ങിലും അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഫുള്ളി എൻഗേജ്ഡാണ്. അങ്ങനെ വരുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് കുറയുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ടുള്ളൊരു ഫിസിക്കൽ എക്സസൈസ് തീർച്ചയായിട്ടും നമുക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും നമ്മുടെ കുട്ടികൾക്കും നിർബന്ധമായും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ക്യാൻസർ തടയുന്നതിന് ഒരുപാട് പ്രയോജനം ചെയ്യും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ എ ഹെൽത്തി വെയ്റ്റ്. ഇപ്പം പലരും ഇപ്പം നമ്മൾ കണ്ടിട്ട് വയറൊക്കെ ഒന്ന് അല്പം ചാടും, ആദ്യം അല്പം ഒന്ന് വയറ് ചാടും, പിന്നെ നമ്മുടെ എല്ലാ ബോഡി ഫുൾ ഒരു ഫാറ്റി ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രതിഭാസമാണ്, പ്രത്യേകിച്ചും UAE-ൽ. കാരണം നമ്മൾ ഒരു അൺഡയറ്റ് അല്ലെങ്കിൽ ഒരു അൺബാലൻസ്ഡ് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒബിസിറ്റി ഉള്ളവർക്കും ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ക്രമാതീതമായി വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും ക്യാൻസറിനെ തടയുന്നതിന് ഒരുപാട് സഹായകരമാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജെനറ്റിക് ടെസ്റ്റിംഗ് ആണ്. അപ്പം ജെനറ്റിക് കൊണ്ട്, അതായത് നമ്മുടെ എല്ലാം ഒരു ജെനറ്റിക്കായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ട് ക്യാൻസർ രോഗം വരാം. അങ്ങനെ ഉള്ളവർ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മെഡിക്കൽ ടെസ്റ്റ് എടുക്കാൻ അവർ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു മെഡിക്കൽ ടെസ്റ്റ് എടുക്കാൻ പലപ്പോഴും നമുക്കൊരു പേടിയാണ്. കാരണം അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവുമോ, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ വരില്ല എന്നൊക്കെ ഒരു ഓവർ കോൺഫിഡൻറ്റിൻ്റെ പുറത്ത് പലരും മെഡിക്കൽ ടെസ്റ്റ് നടത്താറില്ല. ക്യാൻസറിന് പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ ഇന്ന് എല്ലാ മെഡിക്കൽ സെൻറ്ററുകളിലും അവൈലബിളാണ്. അത്തരം മെഡിക്കൽ ടെസ്റ്റിങ്ങിലൂടെ തന്നെ നമുക്ക് ക്യാൻസർ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. അങ്ങനെയുള്ള ഈ ഒരു ടിപ്സുകളിലൂടെ തന്നെ ക്യാൻസർ എന്ന മഹാരോഗത്തെ തടയാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഇന്ന് ക്യാൻസർ ക്യൂറബിളാണ്. അതിൻ്റെ ഒരു ലെവൽ 1, ക്യാൻസറിൻ്റെ ലെവൽ 1, 2, 3 വരെ അല്ലെങ്കിൽ 4 വരെ ആണെങ്കിൽ പോലും
തീർച്ചയായിട്ടും 100% ക്യൂറബിളാണ്. അതൊരു 5-നും 6-നും മുകളിലേക്കാണ്, അതിൻ്റെ ലെവൽ 5 ആൻഡ് എബോവ് 6 എത്തുമ്പോഴാണ് അതൊരു ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് അത് ടേൺ ചെയ്യുന്നത്. അതൊരു 5-ലും 6-ലും എത്തുന്നതിന് മുമ്പ് തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% നമുക്ക് ക്യാൻസർ ക്യൂറബിളാണ്. അതിനുള്ള മെഡിസിൻ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു ഗൈഡ് ലൈൻസും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ക്യാൻസർ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് കവറേജിലേക്ക് തുടരും സിനിമ മാറിയിരിക്കുകയാണ്. ഇന്ന് ആദ്യം UAE-യിലേക്ക് ഒരു തരംഗമായിരുന്നു, ഇന്ത്യയിലേക്ക് തരംഗമായിരുന്നു എങ്കിൽ ഇന്ന് ഗ്ലോബലി തുടരും സിനിമ ഒരു വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ ലളിതമായി എടുത്ത് ലോകത്തിന് തന്നെ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു മഹത്തായ ഒരു ചിത്രമാണ് തുടരും എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ സിമ്പിളായിട്ട്, ഒരുപക്ഷെ ഒരുവിധ ഗോസിപ്പുകളില്ലാത്ത തന്നെ, ഒരു ഹൈപ്പും ഇല്ലാതെ അല്ലെങ്കിൽ അധികമായിട്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റും ഇല്ലാതെ വളരെ നോർമലായിട്ട് റിലീസ് ചെയ്ത് ഒരു ഇൻ്റർനാഷണൽ അറ്റൻഷനിലേക്ക് തുടരും ചിത്രം എത്തിയിരിക്കുകയാണ്. ദിനംപ്രതി അതിൻ്റെ കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തുടരും ചിത്രം ഒരു റെക്കോർഡ് കളക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എല്ലാവരും തുടരും ചിത്രം കാണണം എന്നാണ് ഞങ്ങൾക്കും നിർദ്ദേശിക്കുവാനുള്ളത്. വാർത്താ അവലോകനം ഇവിടെ അവസാനിക്കുകയാണ്. വാർത്താ അവലോകനവുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.